നമസ്കാരം. മൂലി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൂലി അല്ലെങ്കിൽ റാഡിഷ്. ഒരു റാഡിഷ് എടുത്ത് അത് വൃത്തിയാക്കുക ആദ്യം. ഇതിൻ്റെ ഇലയും ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് കിട്ടിയതിന് ഇലയില്ല. പീൽ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ഒരു റാഡിഷാണ് ഇത്. ഇനി ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്ത മൂലിയിലേക്ക് ഒരു സ്വല്പം, അതായത് 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിനെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ വെക്കുക. ഒരു പാത്രത്തിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനിയും ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചോപ്പ് ചെയ്ത് ഇളക്കി വെച്ചിരിക്കുന്ന റാഡിഷ് നല്ലതായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുക. വെള്ളമയം ഒട്ടും കാണരുത്. വെള്ളമയം ഉണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുമ്പോൾ അതിൽ ഫില്ല് ചെയ്യാൻ വയ്ക്കുമ്പോൾ അതിൽ വെള്ളമായിരിക്കും എപ്പോഴും. അപ്പം നല്ലപോലെ വെള്ളം ഞെക്കി എടുക്കുക. അത് ഉപ്പിട്ട് വെച്ചെങ്കിൽ ഇത്രയും വെള്ളം അതിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. വെറുതെ വെച്ചാൽ കുറച്ച് വെള്ളമേ കിട്ടത്തുള്ളൂ. പിഴിഞ്ഞെടുത്ത ഈ മൂലിയിലേക്ക് ഇത് മല്ലിയിലയാണ്. ഇതൊരു സ്വല്പം ഉപ്പാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത് മാങ്ങാപ്പൊടിയാണ്. ആംചൂരൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മുളക് പൊടിയാണ്, എരിവില്ലാത്ത മുളക് പൊടി. ഇത് സ്വല്പം ഉള്ളി ചോപ്പ് ചെയ്താണ്. ഉള്ളി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഉള്ളി ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ്. ഇത് സ്വല്പം അരിമോദകമാണ്. ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. ഇത് ഒരു പച്ചമുളക് അരിഞ്ഞതാണ്. അത്രയും ഇതിനകത്തോട്ട് ചേർക്കുന്നു. ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഗോതമ്പ് കുഴയ്ക്കുമ്പോൾ സ്വല്പം ലൂസായിട്ട്, എന്നാൽ ടൈറ്റും ആകരുത്. കണ്ട് ഈ പരുവത്തിന് കുഴച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു ഉരുളയെടുത്ത് അതിനകത്ത് നല്ലതായിട്ടൊരു കാവിറ്റി ഉണ്ടാക്കണം. ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് നല്ലതായിട്ടും കൂട്ടി യോജിപ്പിക്കുക. ഇതിനെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക നല്ലതായിട്ട്. എന്നിട്ട് ആവശ്യമെങ്കിൽ സ്വല്പം പൊടി കൂടി മുകളിലിട്ട് കൊടുക്കുക.
മാങ്ങാപ്പൊടി അഥവാ ആംചൂർ പൗഡർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അത് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാങ്ങയുടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാനോ ദോശക്കല്ലോ എന്തെങ്കിലും മതി. അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനെ ഈ പറോട്ടയെ ഈ അടുപ്പിലേക്ക് ഇടുക. ആദ്യം ഫുൾ ഫ്ലെയിമിലിടണം. അതിൻ്റെ ഒരു കളറ് മാറി വരുമ്പോൾ അതിനെ സിമ്മയിലോട്ടാക്കണം. അതിൻ്റെ കളറ് മാറി കഴിഞ്ഞു ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാം. വീണ്ടും തിരിച്ചിട്ട് നോക്കുക. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. സ്വല്പം കൂടി ഒന്ന് ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തിരിച്ചിട്ടും ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. പൊറോട്ട റെഡിയായിട്ട് കഴിഞ്ഞു. ഇതിനെ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഡിഷ് ഉപ്പിട്ട ക്രീമാണ്, വെണ്ണയാണ് കേട്ടോ. പിന്നെ അച്ചാറ്, തൈര് എന്നിവയും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.